നീ നിന്റെ പപ്പയുടെ മോള് തന്നടി. Sir, Sawa 11 leaving to Goa for inter-school football championship. Salute. About turn. Yes. Left, right, 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 left, right. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. പട്ടോളി, Yes. എന്താ ഈ കുട്ടികളുടെ തലയിൽ ഇങ്ങനെ എസ് എന്ന് ചുട്ടികുത്തിയിരിക്കുന്നത്? Yes for Savoy. സ്കൂളിനോടുള്ള പ്രതിബദ്ധത. തന്റെ ഈ പരിപ്പുവട ഏറല്ല ഫുട്ബോൾ. തനിക്ക് ഫുട്ബോളിന്റെ ഉത്ഭവത്തെ കുറിച്ച് ഇല്ല, അറിയാം. പറയൂ. വന്നിട്ട് പറഞ്ഞുതരാം. ഈ കുട്ടികളെ ഇങ്ങനെ മൊട്ടയടിച്ച് കോമാളി വേഷം കെട്ടിക്കണോ? ഒളാമ്പി, തനിക്ക് ബ്രസീലിലെ റൊഡൈലെ കുറിച്ച് അറിയോ? ലോകം കണ്ട ഏറ്റവും വലിയ ഫുട്ബോളർ ഇതാ വടിച്ചിരിക്കുന്നുണ്ടോ? ഇത് റൊണാൾഡോ അല്ലേ? അതയാൾക്ക് പള്ളിയിലിട്ട പേരാണ്. ഫീൽഡിലെ പേര് റൊഡാലിയോ. ചിരിച്ചത് മതി. റൊഡാലിയോ മൊട്ടയടിച്ചപ്പോ എല്ലാവർക്കും ഓഹോ. ഇന്ത്യയിൽ ആദ്യമായി വട്ടോളി മൊട്ടയടിപ്പിച്ചപ്പം ആഹാ. തിങ്കളാഴ്ച ഗോവയിൽ നടക്കാൻ പോകുന്ന നാഷണൽ ഇന്റർ സ്കൂൾ ചാമ്പ്യൻഷിപ്പിൽ ഞാൻ വാർത്തെടുത്ത എന്റെ കുട്ടികളെ കളിക്കളത്തിൽ ഇറക്കുന്നത് ഇങ്ങനെയായിരിക്കും. ഗെറ്റ് ഇൻ. താങ്ക് യു. തിരിച്ചു വരുമ്പോ കപ്പുമായി വരും. ഇല്ലെങ്കിൽ അത് വരുമ്പോ കാണാം. ഡൺ. മാം വരുന്നുണ്ട്. പപ്പയെ ഒന്ന് വിളിച്ചു തരാൻ പറയാമോ? മാം, ഇത് നമ്മുടെ കാഷ് ഡമ്മിങ് പാക്കേജിൽ പെട്ടതാണ്. ഓയിൽ മസാജ്. മാം, എന്റെ പപ്പേനെ വിളിച്ചു തന്ന അത്യാവശ്യമാണ്. ഇപ്പഴാ നമുക്ക് എത്ര അത്യാവശ്യം? എനിക്കെന്നാ ഈ ഒളിമ്പിയെന്നാ? ഞാനൊന്നും പറഞ്ഞില്ല. അയ്യേ, മാമിന്റെ സാരി പോപ്പി തൂറ്റിയേ. റിഫ്ലക്ടറിലാണോ ചന്തപ്പിള്ളേരുടെ പാട്ട്? തുറക്കോ ബൈ. ഓപ്പൺ യുവർ മൗത്ത്. ഐ സേ ഓപ്പൺ യുവർ മൗത്ത്. ഇനി പാടാ, പാടാൻ. പേരക്ക ഒറ്റക്കാലൻ ചിറ്റപ്പ എന്റെ പറമ്പിൽ ചേട്ടന്റെ പറമ്പിൽ ഒറ്റക്കാലൻ ചിറ്റപ്പ എന്റെ പറമ്പിൽ തൂറല്ലേ ചേട്ടന്റെ പറമ്പിൽ തൂറിക്കോ. ചക്കത്തുമ്മ തൂറല്ലേ എന്റെ പറമ്പിൽ തൂറല്ലേ ചേട്ടന്റെ പറമ്പിൽ തൂറിക്കോ. ടീച്ചറെ, കമാന്നൊരു അക്ഷരം വേണ്ടി പോരുത്. രണ്ടക്ഷരം ഉണ്ടല്ലോ. തനിക്ക് എന്താണ് ഇവിടെ കാര്യം? തന്റെ ലെഫ്റ്റും റൈറ്റും ഒക്കെ പ്ലേ ഗ്രൗണ്ടിൽ മതി. ഇവിടെ ഡിസിപ്ലിൻ ആണ് ആവശ്യം. ലെഫ്റ്റ് റൈറ്റ് ആണ് ഡിസിപ്ലിന്റെ മന്ത്രധ്വനി. ചിന്തയിലും പ്രവൃത്തിയിലും ആ ലെഫ്റ്റ് റൈറ്റ് ഇല്ലാത്തതാണ് ടീച്ചറുടെ കുഴപ്പം. എന്റെ ചിന്തകൾക്കല്ല, തന്റെ തെറിപ്പാട്ടിനാ കുഴപ്പം. അയ്യോ, എന്റെ ടീച്ചറെ തെറിപ്പാട്ടൊന്നും അല്ല, എന്റെ ഡാഡി പഠിപ്പിച്ചതാ എസ്റ്റേഡേയും റാഹേലിന്റെയും പാട്ട്. നിന്റെ ഡാഡി പഠിപ്പിച്ച പാട്ടൊക്കെ അങ്ങ് വീട്ടിൽ പാടിയാ മതി. ലിസൺ, ബുക്കർ പ്രൈസ് കിട്ടിയ അരുന്ധതി റോയുടെ ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സിലെ എസ്തയും റാഹേലും ചേർന്ന് പാടുന്ന പാട്ടാണിത്. എന്റെ ഏഞ്ചലെ ഗ്രാമത്തിന്റെ ചൂടും ചൂരും അറിയുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന കുട്ടികളെ അഭിനന്ദിക്കുകയല്ലേ വേണ്ടത്? യു മസ്റ്റ് ബി ദ ഗോഡസ് ഓഫ് സ്മോൾ തിങ്സ്. ചെറിയ കാര്യങ്ങളുടെ തമ്പുരാട്ടിയാകണം. ഹലോ, DGP സ്പീക്കിംഗ്. Yeah. എത്രയും വേഗം സ്കൂളിൽ നിന്ന് വരണം. അന്വേഷണത്തിൽ മറ്റ് ഏജൻസികളെ കൂടി പങ്കെടുപ്പിച്ചാൽ കൊള്ളാമെന്നുണ്ട്. സർ പ്ലീസ് ടോക്ക് സെൻസ്. ഇന്റർപോളിന് കഴിയാത്തതാണോ മറ്റേ ഏജൻസികൾക്ക് കഴിയുക? സാർ, ഞാൻ സ്കൂൾ അടിച്ചു വരാൻ നിൽക്കുകയല്ല. എൻ്റെ ഉത്തരവാദിത്തത്തെ പറ്റി എനിക്ക് നല്ല ബോധ്യമുണ്ട്. ആ കുട്ടി ഇവിടെ ഉള്ളിടത്തോളം കാലം എനിക്കിവിടെ നിന്നേ പറ്റൂ. സാർ, ഐ എം സോറി.
മിസ്റ്റർ ഒളിമ്പിയൻ. അത് തന്നെയാണ് മാഡം എനിക്കും ചോദിക്കാനുള്ളത്. എന്താണിത്? വാട്ട് ഈസ് ദിസ്? ആദ്യമായി ഞാൻ ഏഞ്ചലിനെ കണ്ടപ്പോൾ അവൾ ഒരു കുട്ടിയുടെ മുഖത്ത് ചാട്ടക്കടിക്കുന്നു. പിന്നെ നിരപരാധികളായ കുട്ടികളെ മരം കോച്ചുന്ന തണുപ്പത്ത് നടുക്കണ്ട പാതിരയ്ക്ക് ഷവറിനടി പിടിച്ചു നിർത്തി നനയ്ക്കുന്നു. ഇപ്പൊ എന്റെ മുറി കയറി വന്ന് എനിക്ക് തന്ന ശിക്ഷ. ഞാനൊരു കംപ്ലൈന്റ് ചെയ്യാൻ വന്നതല്ല. ഈ കുട്ടിക്ക് കാര്യമായ എന്തോ തകരാറുണ്ട്. ഷീ ഹാസ് സം സൈക്കാട്രിക് പ്രോബ്ലം. അല്പം കൂടെ തെളിച്ചു പറഞ്ഞാൽ ഭ്രാന്ത്. മിസ്റ്റർ ഒളിമ്പിയൻ, പ്ലീസ് സിറ്റ് ഡൗൺ. ഞാനിതെല്ലാം അറിയുന്നുണ്ട്. ഏഞ്ചൽ എൻ്റെ സഹോദരൻ്റെ ഏക മകളാണ്. ഷീസ് എ വിക്ടിം ഓഫ് ആൻ അൺഹാപ്പി മാരീഡ് ലൈഫ്. ആദ്യ രാത്രിയിൽ തന്നെ തൻ്റെ ഭർത്താവ് ഒരു ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് മനസ്സിലായപ്പോൾ അവൾ തകർന്നു പോയി. അപ്പോഴൊക്കെ ആരെ അറിയിക്കാതെ അവൾ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു. പോകെ പോകെ അനുഭവിക്കേണ്ടി വന്ന ക്രൂരമായ അനുഭവങ്ങൾ ഓർക്കാൻ കഴിയുന്നില്ല. വൈകിയാണ് ഈ വിവരങ്ങളെല്ലാം ഞങ്ങൾ അറിയുന്നത്. സഹിക്കട്ടപ്പോൾ അവൾ തന്നെ ആവശ്യപ്പെട്ടു വിവാഹമോചനം. ഡിവോഴ്സ് പ്രൊസീഡിങ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നിലയിൽ ഞാൻ എങ്ങനെ അവളെ ശാസിക്കും? ഐ ആം സോറി മാം. മോളെ, നീ തന്നെ നിന്റെ ശത്രു ആവരുത്. എങ്കിലല്ലേ നിനക്ക് മറ്റുള്ളവരെയും അവർക്ക് നിന്നെ സ്നേഹിക്കാനാവൂ. എന്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? എന്നെ സഹായിക്കാതെയും എന്റെ രോദനം കേൾക്കാതെയും നീ അകന്നു നിൽക്കുന്നത് എന്തുകൊണ്ട്? എന്റെ ആത്മാവേ, നീ എന്തിനു വിഷാദിക്കുന്നു? നീ എന്തിനു നെടുവീർപ്പിക്കുന്നു? സർവശക്തനായ ദൈവത്തിങ്കൽ പ്രത്യാശ വയ്ക്കുക. കർത്താവിൽ നീ പ്രത്യാശ അർപ്പിക്കുക. ദുർബലനാവാതെ ധൈര്യം അവലംബിക്കുക. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. മനമുരുകിയവരെ കർത്താവ് സംരക്ഷിക്കുന്നു. നീ എനിക്ക് പ്രിയങ്കരിയാണ്, പൊന്നോമനയാണ്. പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കൈയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശയ്യായുടെ പുസ്തകം 49-ാം അധ്യായം 16 മുതൽ 18 വരെ വാക്യങ്ങൾ. ഏഞ്ചൽ, നിനക്കിങ്ങനെ ഒരു ഭൂതകാലം ഉണ്ടായിരുന്നുവെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഐ എം സോറി. സ്കൂൾ ഫുട്ബോൾ ടീം റിപ്പോർട്ടിംഗ്. നിലം തൊടിയിച്ചില്ല, 8 നില പൊട്ടി. എത്ര ഗോള്? 8. തിരിച്ചോ? 0. ആ വട്ടോളി എവിടെ? അവിടെ. വട്ടോളി, അപ്പൊ നമ്മുടെ വാക്കോ? It's here. We is for victory in future. Good luck. ഓ, സ്വിമ്മിംഗ് പൂളിൽ തന്ന കോൺട്രിബ്യൂഷൻ കുറഞ്ഞു പോയതായിരിക്കും എന്റെ മോളുടെ കണ്ണീരിന് വിലയില്ലാതെ പോയത്. Shut up and get out. You shut up. What do you think of yourself? Please. Sir, see this report. She's good in all subjects. Okay, I'll talk to her. You relax. Sir, please. Please, sir. എനിക്ക് പരീക്ഷ എഴുതണം. Okay, I'll talk to her. Come. That girl is a dump in mathematics. മറ്റു വിഷയങ്ങൾക്കെല്ലാം അവൾ മിടിക്കാണല്ലോ മാം. മാം, പ്രീതി എന്റെ സ്റ്റുഡന്റ് ആണ്. ഷീ ഈസ് ഹാവിംഗ് ഹൈ മാർക്സ് ഇൻ എക്കണോമിക്സ്. More than 90%. Good in science too. അതുകൊണ്ട് എന്താ കാര്യം? പബ്ലിക് എക്സാമിന് മാത്തമാറ്റിക്സ് നിങ്ങൾ വന്ന് എഴുതുമോ? സോറി, ഐ കാൻ സ്പോയിൽ മൈ സർവൈസ് റെപ്യൂട്ടേഷൻ. മാം, പബ്ലിക് എക്സാം കടന്നുകൂടുന്നതിന് മാത്രം
മാത്സിന് ഒരു സ്പെഷ്യൽ കോച്ചിങ് പ്രീതിക്ക് കൊടുത്താൽ പോരെ? 60 പേരുള്ള ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ നോട്ട് പോസിബിൾ. എന്തിനാണ് മാം ഒരു ക്ലാസ്സിൽ 60 കുട്ടികൾ? വൈ? ഒരു കുടുംബത്തിലെ 2 കുട്ടികൾക്ക് വേണ്ടത്ര ശ്രദ്ധ നൽകാൻ അവരുടെ പേരൻസിന് കഴിയുന്നില്ല. ഒരു അധ്യാപകൻ ഒരു ക്ലാസ്സിലെ 60 കുട്ടികളെ എങ്ങനെ ശ്രദ്ധിക്കാൻ കഴിയും? With minimum investment, maximum output. That's my theory and we are successful. മാം, വിദ്യാഭ്യാസത്തെ വ്യാവസായികവൽക്കരിക്കരുത്. വിദ്യാഭ്യാസത്തെ പറ്റി നിങ്ങൾ എന്നെ പഠിപ്പിക്കരുത്. You talk about sports. ഒരു വർഷത്തേക്ക് വേണ്ടി ധാന്യം വിതയ്ക്കുക, ഒരു പതിറ്റാണ്ടിന് വേണ്ടി മരം നടുക എന്നതുപോലെ ഒരു നൂറ്റാണ്ടിന് വേണ്ടി നൽകേണ്ടതാണ് വിദ്യാഭ്യാസം. Come on, tell me how much is 38 into 48 into 58? Come on, quick. Sorry, പെട്ടെന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല. ഗുണനഹരണ പട്ടികകൾ മനഃപ്പാടമാക്കി ഛർദ്ദിക്കാൻ കഴിയാത്തത് ഒരു കുട്ടിയുടെ കഴിവുകേടായി കാണരുത്. He might have 1000 other faculties of mind and teaching is the discovery of that. ഇവിടെ പൈത്തഗാറസ് സിദ്ധാന്തത്തിന്റെയും പാനിപ്പട്ട് യുദ്ധത്തിന്റെയും ഭാരം പേറി തളരുമ്പോൾ ഇടവും വലവും തിരിയാൻ അലാറം ബെല്ലുകൾ വെക്കുകയാണ് ചെയ്തത്. ഉണ്ണാനൊരു ബെൽ, ഉറങ്ങാനൊരു ബെൽ, തൂറാനൊരു ബെൽ. Shut your nonsense. I will not change my decision. Hello? 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 Susan here? Hello, Susan. I'm very sorry, I'm not able to hear you clearly. I'm just out of the chopper. Hi, how are you? Oh, I'm very fine. When are you coming? I don't know. Next holiday I may plan. Excuse me, eh? Roy, moment. ഒന്ന് വെയിറ്റ് ചെയ്യൂ. ഞാൻ ഇപ്പൊ റോസ് മോൾക്ക് കൊടുക്കാം. Little bomb, little bomb, little bomb. Rosie, my sweet little bum, bum. Bum, 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 bum. Rosie, my sweet little bum, bum, bum. Poppy. Rose darling, your papa. Hello, Papa. Mma. Oh, my sweet little bum. How are you? Oh, Papa. Fine. Oh, really? How sweet. Hey, how's your puppy? Poppy. Papa. Enda Papa. Whoa, 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 whoa. Papa. പപ്പട പടം വരച്ചു. ആര്? ഞങ്ങളുടെ PT മാസ്റ്റർ ഫ്ലൈങ് സോസർ എറിയും. അയ്യോ, എന്റെ പടം വരയ്ക്കാൻ ഒളിമ്പ്യൻ എന്നെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞു കൊടുത്തതാ. ഡാഡിയുടെ കണ്ണും വലിയ മൂക്കും എല്ലാം. പാപ്പ എന്നാണ്